ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ ഒരു ഫൺ ഡേ അറ്റ് വണ്ടർല വീഡിയോ ആണ്. ഏകദേശം 9:30 ആയപ്പോൾ ഞങ്ങളടുത്ത് ഞാനും എൻ്റെ കസിൻ സിസ്റ്റേഴ്സും ഹസ്ബൻഡും കൂടിയാണ് പോയത്. ആദ്യം ഞങ്ങൾ കാറ്റർപില്ലർ കോസ്റ്ററിലും റോളർ കോസ്റ്ററിലുമാണ് കയറിയത്. നല്ല പേടിയായതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഫ്ലാഷ് ടവറിൻ്റെ ഏരിയയിലേക്കാണ്. അതിൽ കയറാൻ നല്ല പേടിയായിരുന്നു. ആദ്യം കയറിയത് എൻ്റെ ഹസ്ബൻഡും അമ്മവും കൂടിയായിരുന്നു. അവൾക്ക് തീരെ പേടിയില്ലായിരുന്നു. എനിക്കും ജിയയ്ക്കുമായിരുന്നു നല്ല പേടിയുണ്ടായിരുന്നത്. അവർ കയറിയിട്ട് ഇറങ്ങിയ ശേഷം ടോപ്പിൽ ചെന്ന് കഴിയുമ്പം നല്ല വ്യൂ ആണെന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെയും നിർബന്ധിച്ച് കയറ്റി. ഇതിൽ കയറുമ്പോൾ ഒരു ഭയങ്കര സൗണ്ടാണ്. താഴെ നിൽക്കുമ്പോൾ പേടി തോന്നാനുള്ള പ്രധാന കാരണം അതും കൂടിയാണ്. അങ്ങനെ ഞങ്ങളും അത് എക്സ്പീരിയൻസ് ചെയ്തു. മുകളിലേക്ക് പോകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, താഴേക്ക് വരുമ്പോഴാണ് പേടി തോന്നുന്നത്. പിന്നെ പോയത് ജസ്റ്റ് ഫണ്ണായിട്ടുള്ള ഒരു ഇതിലേക്കാണ്. ഡാഷിംഗ് കാസ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ സിസ്റ്റേഴ്സ് ഒരു കാറിലും ഞാനും ഹസ്ബൻഡും ഒരു കാറിലുമാണ് കയറിയത്. അതിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും. അത് ജസ്റ്റ് നമ്മൾ ഓടിക്കുക, കൂട്ടിയിടിക്കുക, അങ്ങനെ ഒരു ഗെയിം പോലെയാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ സ്കൂൾ കുട്ടികളായിരുന്നു. ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കുന്നതിന് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അതിനുള്ളിൽ ആ ഓപ്പറേറ്റേഴ്സ് അത് സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ വന്നാൽ ശരിക്കും ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ എല്ലാ റൈഡിലും കയറാൻ സാധിക്കും. ഉച്ചകഴിഞ്ഞ് വെള്ളത്തിലിറങ്ങാമെന്നുള്ള ഒറ്റ ഉദ്ദേശം അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. റോളർ കോസ്റ്ററിൽ കയറിയപ്പോൾ തന്നെ ഹൈറ്റ്സും തലകുത്തനെയുള്ള റൈഡ്സും ഒന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്കും ജയിക്കും ആദ്യം തന്നെ മനസ്സിലായി. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം പൂളിലും വാട്ടർ റൈഡും ഒക്കെ ട്രൈ ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ പോയത് വിൻമിൽ എന്ന പേരുള്ള ഒരു റൈഡിലേക്കാണ്. അത് ജസ്റ്റ് ഒരു സ്ക്വയർ ബോക്സ് പോലത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുള്ള ഒരു ഇതായിരുന്നു. അതിൽ കയറി ഇങ്ങനെ ജസ്റ്റ് ഒരു റൗണ്ട് അങ്ങോട്ടും ഒരു റൗണ്ട് ഇങ്ങോട്ടും. ഇടയ്ക്ക് അതിൻ്റെ സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ഒരു ചെറിയ പേടി വരുമെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ അത് എൻജോയ് ചെയ്തു. പിന്നീട് ഞങ്ങൾ ചൂസ് ചെയ്തത് ഫ്ലൈയിങ് ബോട്ടായിരുന്നു. അതിന് ഒരു അരയന്നത്തിൻ്റെ ഷേപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സൈഡിൽ ഞാനും അമ്മവും കൂടി ഇരുന്നു, ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ ഹസ്ബൻഡും ജിയായും കൂടെ ആയിരുന്നു ഇരുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെണ്ടമേളത്തിൻ്റെ ട്യൂണും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നല്ലൊരു വൈബായിരുന്നു, എന്നാലും അത്യാവശ്യം പേടിയുണ്ടായിരുന്നു. അമ്മ നന്നായിട്ട് എൻജോയ് ചെയ്ത്. എൻ്റെ പേടി കണ്ടിട്ട് ഡാൻസ് കളിക്കുക ചേച്ചി, പാട്ട് പാടി ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാനതൊക്കെ എവിടെ കേൾക്കാം. ഇതിൻ്റെ സ്പീഡ് കൂടുമ്പോഴാണ് പേടി തോന്നുന്നത്. പക്ഷേ റോളർ കോസ്റ്ററിനെ അപേക്ഷിച്ച് ഇതൊക്കെ ഭേദം എന്നേ പറയാനുള്ളൂ. ജിയായ്ക്കും അത്യാവശ്യം പേടിയുണ്ടായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും പേടിയാണ് അവരുടെ രണ്ടുപേരുടെയും ധൈര്യം എന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കി. ഞങ്ങൾ വണ്ടർലായിൽ പോയത് 2 ടിക്കറ്റിൽ 4 പേരാണ്. എൻ്റെയും ജിയയുടെയും ബർത്ത്ഡേ മന്ത് സെപ്റ്റംബർ ആയിരുന്നതിനാൽ ഞങ്ങളുടെ കൂടെ എക്സ്ട്രാ ഒരാൾക്ക് കൂടെ പോകാമായിരുന്നു. അതായത് ഒരു ടിക്കറ്റിൽ എക്സ്ട്രാ ഒരാൾ കൂടി. അതിൽ തന്നെ ലഞ്ചും ഈവനിങ് സ്നാക്സും എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. ഞങ്ങൾ ഈ റൈഡ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പോയത് ഫുഡ് കഴിക്കാനാണ്. ലഞ്ചിന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, ഫ്രൈഡ് റൈസ് ഇങ്ങനെയായിരുന്നു. ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് ചൂസ് ചെയ്തത്. ഞങ്ങളത് ഷെയർ ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പിക്കൊക്കെ എടുത്തു. ഇത് കാണുന്നത് സ്കൈ വീലാണ്. ഞങ്ങൾ പേടിയായതിൻ്റെ പരിസരത്തോട്ടേ പോയില്ല. പിന്നെ ഞങ്ങൾ പോയത് വാട്ടർ സ്പ്ലാഷ് എന്ന് പറയുന്ന റൈഡിലേക്കായിരുന്നു. അതിങ്ങനെ ഒരു ഇരുട്ട് ഗുഹയിലോട്ട് കയറിയിട്ട് വെള്ളത്തിലേക്ക് നല്ല സ്പീഡിൽ ചെന്ന് ഇറങ്ങുന്ന ഒരു റൈഡായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അന്നപ്പോൾ തൊട്ട് വെള്ളത്തിൽ നനയുക എന്നുള്ളൊരു രീതിക്കായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിരുന്നത്. നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന മൊമെന്റ് അവർ നമ്മുടെ എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് മോണിറ്ററിൽ കാണിച്ചു തരും. മോണിറ്ററിൽ കാണിച്ചു തരിക മാത്രമല്ല, അവർ നമ്മുടെ ഫോണിലേക്ക് ആ പിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരികയും ചെയ്യും. അതിന് 250 റുപ്പീസ് അവർ അവിടെ ചാർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും ഞങ്ങൾ എടുത്തില്ല. അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളും അത് വരുന്നതിൻ്റെയും വന്ന് വെള്ളം സ്പ്ലാഷ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തു. ഫ്രണ്ട് വ്യൂവും സൈഡിൽ നിന്നുള്ള രീതിയും എന്ന് വെച്ചാൽ അവിടെ നിന്ന് വെള്ളം വീഴുന്ന രീതി നമ്മുടെ ദേഹത്തോട്ട് വീഴുമ്പോൾ തന്നെ ഒരു രസമല്ലേ, ആ ഒരു രീതിക്ക് ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോസ് എടുത്തു. പിന്നെ ഞങ്ങൾ കയറിയത് ഇങ്ങനെ വേവി ആയിട്ട് സ്ലൈഡ് ചെയ്യുന്ന, നല്ല ടോപ്പിൽ നിന്ന് നല്ല സ്പീഡിൽ താഴേക്ക് ഇങ്ങനെ വേവി ആയിട്ട് സ്ലൈഡ് ചെയ്ത് വരുന്ന ഒരു റൈഡിലായിരുന്നു. അത്യാവശ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വെള്ളത്തിലായതുകൊണ്ട്
വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ കയറിയത് വാട്ടർ പെൻഡുലം, പിന്നെ വാട്ടർ കോസ്റ്റർ അങ്ങനെയൊക്കെ പറയുന്ന ഓരോ ഇതിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് റെയിൻ ഡാൻസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇതിന് പ്രത്യേകം സമയമൊക്കെ ഉണ്ട്. ഇതിൽ ഇപ്പം ഗേൾസും ബോയ്സും സെപ്പറേറ്റ് ആയിട്ടാണ് കയറാൻ പറ്റുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് അടുത്ത ഷോ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നത്. അത് ഫാമിലി ആയിട്ട് എന്നുള്ള രീതിയിൽ അവിടെ ബോർഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കളർഫുൾ ലൈറ്റ്സും അടിപൊളി പാട്ടും പിന്നെ ഈ വെള്ളം വീഴുന്നതും എല്ലാം കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ അവിടെ 3 പേര് എൻജോയ് ചെയ്തു. എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ വരാൻ പറ്റില്ല, അത് അപ്പുറത്ത് ബോയ്സ് സെക്ഷനിലാണ് കയറിയത്. ഞങ്ങൾ 3 എന്തായാലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. വണ്ടർലാൻഡ് അവിടെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഈ ഫോണിൻ്റെ കവേഴ്സൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ വെള്ളത്തിലിറങ്ങുമ്പോൾ എന്തായാലും ഫോൺ നനയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഫോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല ലോക്ക് ചെയ്ത് ഇടാനുള്ള രീതിയിലുള്ള കവറൊക്കെ അവരവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഈ റെയിൻ ഡാൻസിനും അവർ ടൈം പറയുന്നുണ്ട്, 15 മിനിറ്റൊക്കെ ആണെന്ന് തോന്നുന്നു. അതിനുള്ളിൽ അവരിത് സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്ലേ പൂളിലേക്കാണ് പോയത്. അവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെള്ളത്തിലേക്ക് വീഴുന്നതും തനിയെ ഒരു വലിയ ബക്കറ്റിൽ വെള്ളം നിറഞ്ഞിട്ട് നമ്മുടെ മേത്തേക്ക് വീഴുന്ന ആ ഒരു രീതിക്കുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഞങ്ങൾ ഈ പൂളിലുള്ള ടൈം എൻജോയ് ചെയ്തു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ സ്നാക്സ് ഒക്കെ കഴിച്ച് വെച്ചിട്ട് വേവ് പൂളിൻ്റെ അങ്ങോട്ട് പോയി. വേവ് പൂളിൻ്റെ അവിടെ വേവിങ്ങിൻ്റെ ടൈം അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേവ് എപ്പോഴൊക്കെയാണെന്നുള്ളത് അവർ നേരത്തെ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ അവിടെ വേവ് ഉണ്ടാവത്തുള്ളൂ. ഞങ്ങൾ പോയ ടൈമിൽ വേവിൻ്റെ ടൈം അല്ലായിരുന്നത് കൊണ്ട് ഞങ്ങൾ വീണ്ടും പ്ലേ പൂളിലേക്ക് വന്ന് അവിടെ ടൈം കുറേ നേരം കൂടി സ്പെൻഡ് ചെയ്തു. ലാസ്റ്റ് വേവിങ് ടൈം പറഞ്ഞിരുന്നത് 5:45 ഞങ്ങൾ ആ ടൈമോടുകൂടി അവിടെ വേവ് പൂളിലേക്ക് തന്നെ വീണ്ടും ചെന്നു. ഈ പൂളിൽ വേവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയയിലേക്ക് നല്ല രീതിയിലുള്ള ആഴമുണ്ട്. വേവ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഏരിയയിലേക്ക് പോകും തോറും ആഴം കൂടിക്കൂടി വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്ര ഫ്രണ്ടിലോട്ട് പോയില്ല. ഏകദേശം മിഡിൽ ഏരിയയ്ക്കും ഫ്രണ്ട് ഏരിയയ്ക്കും ഇടയിലായിട്ട് നിന്നു. 6 മണിക്ക് ശേഷം ഞങ്ങൾ പൂളിൽ നിന്ന് കയറി. നമുക്കവിടെ ചേഞ്ചിങ് റൂമും നമ്മുടെ തിങ്സൊക്കെ വെക്കാനുള്ള ലോക്കേഴ്സും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് പിക്സൊക്കെ എടുത്തു. അത്യാവശ്യം ലേറ്റായി തന്നെയാണ് അവിടെ ഞങ്ങൾ തിരിച്ചത്. ഇത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. ഒത്തിരി അപാകതകളെല്ലാം ഉണ്ടെന്നറിയാം, പയ്യെ അതൊക്കെ മാറ്റാൻ ശ്രമിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.